ഞാനിവിടെ പറഞ്ഞു വന്നത്, ഷൈത്താന് ഒരിക്കലും മനുഷ്യന് അവനവന്റെ ഹൃദയത്തിന്റെ കവാടങ്ങൾ തുറന്നു വെക്കാതെ, ഷൈത്താന് വേണ്ടി താൻ സ്വയം ഒരുമ്പെട്ട് നിൽക്കാതെ, ഹൃദയത്തെ കാലിയാക്കി വെക്കാതെ ഒരിക്കലും ഷൈത്താൻ അവിടെ ഇറങ്ങാൻ സാധ്യമല്ല എന്നാണ്. കാരണം അത് വിശുദ്ധ ഖുർആന്റെ വ്യക്തമായിട്ടുള്ള പാഠമാണ്. ഷൈത്താൻ അങ്ങനെ ചെയ്യാൻ സാധ്യമല്ല എന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്ന സംഗതിയുമാണ്. ഖുർആൻ അത് എടുത്തു പറയുന്നു, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താനൻ ഇല്ലാ മനിത്തബഅക മിനൽ ഗാവീൻ. സൂറത്തുൽ ഹിജ്ർ. അതായത് എന്റെ അടിമകൾ, ഇന്ന ഇബാദി നിശ്ചയം എന്റെ അടിമകൾ, ലൈസ ലക അലൈഹിം സുൽത്താനൻ അവരുടെ മേൽ നിനക്ക് യാതൊരു വിധത്തിലുള്ള സുൽത്താനും ഒരു വിധത്തിലുള്ള തെളിവും ഒരു വിധത്തിലുള്ള ഹുജ്ജത്തും നിനക്ക് പൂർത്തീകരിക്കുവാൻ സാധ്യമല്ല, അവരെ നിനക്ക് അതിജയിക്കുവാൻ സാധ്യമല്ല. ഇല്ലാ മനിത്തബഅക മിനൽ ഗാവീൻ, സ്വയം തലതിരിഞ്ഞ് അതിക്രമങ്ങൾ പ്രവർത്തിച്ച് നിന്നെ പിൻപറ്റുന്നവരെ ഒഴികേൻ. ഇവിടെ അതിക്രമങ്ങൾ പ്രവർത്തിക്കുകയും ഷൈത്താനെ പിൻപറ്റുകയും ചെയ്യുന്ന ആളുകളുടെ മേലാണ് ഷൈത്താന്റെ സ്വാധീനം ഉണ്ടാകുന്നത് എന്നല്ലാതെ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവുമായിട്ട് ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, മലക്കുകളുടെ ബോധനങ്ങൾക്കനുസരിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഖുർആനിൽ അള്ളാഹു അവനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് പറഞ്ഞ, ഷൈത്താനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരു ഭാഗം കൂടി ഖുർആനിൽ നാം വായിക്കുന്നു. സൂറ ബനി ഇസ്രായേൽ. ഖുർആൻ പറയുന്നു, വസ്തഫ്സിസ് മനിസ്തതഅത മിൻഹും ബിസൗതിക വഅജ്ലിബ് അലൈഹിം ബിഖൈലിക വറജ്ലിക വശാരികുഹും ഫിൽ അംവാലി വൽ ഔലാദി വഅദ്ഹും വമാ യഅദുഹുമുശ് ശൈത്താനു ഇല്ലാ ഗുറൂറ. നിനക്ക് സാധിക്കുന്നതിന്റെ പരമാവധി നിന്റെ ശബ്ദം കൊണ്ട് നീ ഒച്ച വെച്ച് അവരെ നീ ദുസ്വാധീനങ്ങൾ ചൊലുത്തി അവരെ പ്രലോഭിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊള്ളുക. അതേപോലെ നിന്റെ കാലാൾപ്പടയെയും നിന്റെ കുതിരപ്പടയെയും നീ നയിച്ചുകൊള്ളുക അവർക്കെതിരിൽ. വശാരിക്കും ഫിൽ അംവാലി വൽ ഔലാദി, അവരുടെ മക്കളുടെ കാര്യത്തിലും അവരുടെ സമ്പത്തിന്റെ കാര്യത്തിലും നീ സ്വയം ചെന്ന് പങ്കുചേരുകയും ചെയ്യുക. അതായത് മക്കളുടെയും സ്വത്തിന്റെയും കാര്യങ്ങൾ പറഞ്ഞ് അതിനെ താൻ ശരിയാക്കും എന്ന നിലയിലുള്ള ദുർബോധനങ്ങൾ നടത്തി അത്തരത്തിലും നീ ചെയ്യുക. അതേപോലെ അവരെ പിടിക്കുന്നതിന് വേണ്ടി എല്ലാ വിധത്തിലും നിന്റെ ശക്തി പ്രയോഗിക്കുക. എന്നാലും വഅദുഹും, നീ അവർക്ക് വാഗ്ദാനങ്ങൾ, മോഹനമായ വാഗ്ദാനങ്ങളും നൽകുക. അതൊക്കെ ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിലും ഖുർആൻ പറയുന്നത് മറ്റൊരു ഭാഗത്ത്, ഒരിക്കലും എന്റെ ദാസന്റെ മേൽ നിനക്ക് യാതൊരു വിധത്തിലുള്ള പ്രകോപനവും നടത്തുവാൻ സാധ്യമല്ല എന്നാണ് ഞാൻ ആദ്യം സൂറത്തുൽ ഹിജ്റിൽ ആയത്തോതി കേൾപ്പിച്ചത്. പക്ഷെ അതേ സമയത്ത് പറയുന്ന ഒരു സംഗതിയുണ്ട്, വമാ യഅദുഹുമുശ് ശൈത്താനു ഇല്ലാ ഗുറൂറ. ഷൈത്താൻ അവരോട് വഞ്ചനാത്മകമായ വാഗ്ദാനങ്ങളല്ലാതെ ഒന്നും ചെയ്യുകയില്ല. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഗുണം ഞാൻ നേരത്തെ പറഞ്ഞത്, നഫ്സിനെ സൃഷ്ടിച്ച ആ ചൊവ്വാക്കിയ ആ സമയമാണ് സത്യം. ആ നഫ്സിന്റെ പരിശുദ്ധിയെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹ് പറയുന്നു, നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള കഴിവിനെ അള്ളാഹു അവരുടെ ഹൃത്തടത്തിൽ ബോധനം ചെയ്തിട്ടുണ്ട് എന്ന്. ആ കഴിവിനെ പ്രയോഗിക്കുന്ന മനുഷ്യർക്ക്, അതായത് അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു കഴിവാണ്. ആ കഴിവിനെ പ്രയോഗിക്കുന്ന ആളുകൾക്ക് നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള കഴിവ് എന്ന് പറയുമ്പോൾ സത്യവും അസത്യവും തിരിച്ചറിയുവാനുള്ള കഴിവ്, തെളിവുള്ളതും തെളിവില്ലാത്തതും തിരിച്ചറിയുവാനുള്ള കഴിവ്, മനുഷ്യന് നൽകിയിട്ടുള്ള വിശേഷ ബുദ്ധിയെ ഖുർആൻ പല സ്ഥലത്തും ഉത്തേജിപ്പിക്കുകയും ഉത്ബോധിപ്പിക്കുകയും അതിനെ എടുത്തുദ്ധരിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. 200ഓളം സ്ഥലങ്ങളിൽ ബുദ്ധി അപ്പീൽ ചെയ്തിട്ടുള്ള ഒരു ഗ്രന്ഥം, ഒരേ ഒരു ഗ്രന്ഥം, അത് ഖുർആൻ മാത്രമാണ്. അപ്പൊ ലോജിക്കലായിട്ട് ബുദ്ധിപരമായിട്ടുള്ള തെളിവുകൾ ഒരിക്കലും ശൈത്താന് ഒരാൾക്ക് നൽകാൻ സാധ്യമല്ല. മനുഷ്യൻ എന്നുള്ള മനുഷ്യന്റെ സവിശേഷതയിൽ അവന് ബുദ്ധിയാണ്, സവിശേഷ ബുദ്ധിയാണ്. ആ ബുദ്ധിക്ക് നിരക്കുന്ന തെളിവുകൾ ഒരിക്കലും ശൈത്താന് നൽകാൻ സാധ്യമല്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. ലൈസ ലക അലൈഹിം സുൽത്താൻ, അവർക്കൊരു തെളിവ് നിനക്ക് ഉദ്ധരിക്കുവാൻ സാധ്യമല്ല. അതേ സമയത്ത് ആ തെളിവ് എന്നുള്ള സുൽത്താൻ എന്നുള്ളതിന് ഒരർത്ഥം തെളിവാണ്, മറ്റൊന്ന് ആധിക്യം എന്നുള്ളതുണ്ട്. പക്ഷെ ഖുർആൻ തന്നെ അത് പറയുന്നത്, ഹൗലായി ഖൗമുന തഖദു മിൻ ദൂനിഹി ആലിഹത്തൻ, ഈ സമുദായമാണ്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്നു, ഈ സമുദായമാണ് അള്ളാഹുവിന് മറ്റൊരു ആരാധന സ്വീകരിച്ചിട്ടുള്ള സമുദായം. അവർ ലൗലാ യഅ്തൂന അലൈഹിം ബി സുൽത്താനിൻ ബയ്യിനിൻ, അവരെന്തുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഒരു സുൽത്താൻ അതിന് കൊണ്ടുവരുന്നില്ല എന്നാണ്,
തെളിവുകൾ, വ്യക്തമായിട്ടുള്ള തെളിവുകൾ കൊണ്ടുവരുന്നില്ല. അപ്പൊ ശൈത്താന്റെ ചലനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അവന്റെ നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള കഴിവ് ജന്മസിദ്ധമായി ലഭ്യമായിട്ടുള്ള ഒരു മനുഷ്യന് അവന് നൽകിയിട്ടുള്ള സവിശേഷ ബുദ്ധിയെ അവൻ പരിഗണിച്ചുകൊണ്ട് ലോജിക്കലായിട്ട് കൺവിൻസ് ചെയ്തുകൊണ്ട് അവൻ ഒരിക്കലും ശൈത്താന്റെ വലയിൽപ്പെടുവാൻ സാധ്യമല്ല. ശൈത്താൻ പറയുന്നതിൽ തെളിവുകൾ ഉണ്ടാവുകയില്ല. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്, ശൈത്താൻ ഒരിക്കലും മനുഷ്യന്റെ മേൽ ആധിക്യം നൽകിയിട്ടില്ല, ആധിപത്യം നൽകിയിട്ടില്ല. ശൈത്താൻ യാതൊരു വിധത്തിലും മനുഷ്യനെ വഴിതെറ്റിപ്പിക്കുവാൻ ശൈത്താന് വേണ്ടി തന്റെ ഹൃദയത്തിന്റെ കവാടങ്ങൾ തുറന്നു വെക്കാതെ ഒരിക്കലും അതിന് സാധ്യമല്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യത്തെ ഉണർത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇത് തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്രത്തി. ഓരോ കുട്ടിയും ജനിക്കുന്നത് ജന്മസിദ്ധമായ വിശുദ്ധിയിലാണ്, അതിന്റെ യഥാർത്ഥ പ്രകൃതത്തിലാണ്. ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സറാനിഹി ഔ യുമജ്ജിസാനിഹി. അവരുടെ മാതാപിതാക്കളാണ്. ബുഖാരി കിതാബുൽ ജനായിസിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണിത്. അതായത് അവരുടെ മാതാപിതാക്കളാണ് അവരെ യഹൂദിയാക്കുകയോ നസ്രാനിയാക്കുകയോ അതല്ലെങ്കിൽ മജൂസിയാക്കുകയോ ചെയ്യുന്നത്. അപ്പൊ മനുഷ്യന്റെ ജന്മസിദ്ധമായിട്ട് അവൻ പരിശുദ്ധനാണ്. ആ പരിശുദ്ധിയെ ഒരിക്കലും അവൻ കളങ്കപ്പെടുത്തുന്നില്ലെങ്കിൽ, മലീമസപ്പെടുത്തുന്നില്ലെങ്കിൽ ഒരിക്കലും അവന് ശൈത്താന്റെ ഫിത്നയിൽ ഉൾപ്പെടേണ്ട ആവശ്യം വരികയില്ല എന്നാണ്. ഈ ഒരു നിലയിൽ ശൈത്താനെ മനസ്സിലാക്കിയാൽ, ശൈത്താനെ കുറിച്ച് ഖുർആൻ പരാമർശിച്ച 68 സ്ഥലങ്ങളിൽ അധിക സ്ഥലങ്ങളിലും ശൈത്താൻ ഇബ്ലീസിന്റെ അളുലാൽ, ഇബ്ലീസിന്റെ കയ്യാളായി പ്രവർത്തിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മനുഷ്യനെ വെച്ച് വഴിതെറ്റിപ്പിക്കുന്ന, മറപ്പിക്കുന്ന, അവന് പ്രലോഭനം നൽകുന്ന ഒരു അദൃശ്യ ശക്തിയെ കുറിച്ചാണ് പറയുന്നത്. എപ്രകാരം മനുഷ്യനെ നന്മയിലേക്ക് അവനെ വിളിക്കുന്നതിന്റെ മലായിക്കത്തിന്റെ ഒരു ശക്തിയെ അള്ളാഹു, ഒരു അദൃശ്യ സൃഷ്ടിയെ അള്ളാഹു സംവിധാനം ചെയ്ത് നന്മയെക്കുറിച്ചുള്ള പ്രബോധനം നൽകുന്നുവോ അതേപോലെ തിന്മയെക്കുറിച്ചുള്ള പ്രബോധനം നൽകുന്നതിന് വേണ്ടി ശൈത്താൻ നിലകൊള്ളുന്നു എന്ന് മനസ്സിലാവുന്നു. അതേസമയത്ത് അതിന്റെ നേതൃസ്ഥാനം ഇബ്ലീസിനാണുള്ളത്. ഇപ്പൊ നന്മയുടെ പ്രബോധനങ്ങളിൽ വഹീന്റെ സന്ദേശങ്ങളും ആ സന്ദേശങ്ങൾ എത്തിക്കുന്ന കാര്യത്തിലും ജിബ്രീലിനാണ് നേതൃസ്ഥാനമുള്ളതെങ്കിൽ, ഇവിടെ നേതൃസ്ഥാനമുള്ളത് ജിബ്രീലിന് സ്വയമല്ല കാര്യങ്ങൾ എത്തിക്കുന്നത്. ജിബ്രീലിന്റെ താഴെ പ്രവർത്തിക്കുന്ന തതനസ്സലു അലൈഹിമുൽ മലായിക്കത്തു വറൂഹു ഫിഹാ, മലായിക്കത്തുകൾ ഇറങ്ങുന്നു, അതിന്റെ ഇടയിൽ റൂഹുൽ ഖുദസ് അഥവാ ജിബ്രീലുമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ മലായിക്കത്തിന്റെ വലിയൊരു വ്യൂഹം അത് ജനഹൃദയങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ നന്മയ്ക്ക് വേണ്ടി അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതേപോലെ തന്നെ മറുവശത്ത് തിന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇബ്ലീസും അതിന്റെ പട്ടാളക്കാരും ശൈത്താനുകളുമാണ് ഉള്ളത്. ഇനി അതിനുവേണ്ടി ശൈത്താന് വേണ്ടി തങ്ങളുടെ കവാടങ്ങൾ തുറന്നു വെക്കുകയും ശൈത്താന്റെ രൂപത്തിലായി മാറുകയും, കമാ യുഖാലുലി ഖൈറി റജുലി മലക്കുൻ വലി ശരീരി ശൈത്താൻ, എങ്ങനെ ഒരു നല്ല മനുഷ്യനെ മലക്ക് എന്ന് പറയുന്നു അതേപോലെ ദുഷ്ടനായ ഒരുത്തനെ ശൈത്താൻ എന്ന് പറയുന്നു. തശ്ബീഹൻ ബിഹിമ വലാ യുറാദു ബിഹിമല്ലായാൻ, അതിനെ തശ്ബീഹായി കൊണ്ടാണ് പറയുന്നത്, അതിനെ ഉപമിച്ചുകൊണ്ടാണ് പറയുന്നത്. ഒറിജിനൽ ശൈത്താനോ ഒറിജിനൽ മലക്കിനെ കുറിച്ചോ അല്ല പറയുന്നത് എന്ന് ഇബ്നുൽ വർദി ഉദാഹരിച്ചതുപോലെ ശൈത്താനോട് താദാത്മ്യം പുലർത്തുന്ന സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ, ആ സ്വഭാവം ഞാൻ നേരത്തെ പറഞ്ഞു, അഫാക്കും അസീം എന്നാണ് ഖുർആൻ പറയുന്നത്. ഇഫ്കും ഇസ്മും അഥവാ ഒന്നുകൂടെ പറഞ്ഞാൽ പാപവും അതേ പാപവങ്കിലമായിട്ടുള്ള അവസ്ഥ ഹൃദയ തൃത്തങ്ങളിൽ ഉണ്ടാവുകയും കളവ് പറയുന്ന, വ്യാജം ചമക്കുന്ന, കെട്ടിച്ചമക്കുന്ന സ്വഭാവം ഉണ്ടാവുമ്പോൾ അത്തരത്തിലുള്ള സ്വഭാവക്കാരുടെ മേൽ അത് ഇറങ്ങുന്നു. അപ്പോൾ അവർ സ്വയം ശൈത്താന്റെ സ്വരൂപങ്ങളായി മാറുന്നു. ആ ശൈത്താന്റെ സ്വരൂപങ്ങൾ പല വിധത്തിലും വരുമ്പോൾ ഷയാത്തീനിയും അവരുടെ ശൈത്താന്റെ നേതാക്കന്മാരായി മാറുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ അബൂജഹലും മുത്ബയും ഷൈബയും അബൂ സുഫിയാൻ ഒരു കാലത്ത് ഈ ശൈത്താനുകളിൽ ഉൾപ്പെട്ടവരായിരുന്നു എന്ന് മുഫസ്സിരീങ്ങൾ സമ്മതിക്കുന്നു. അപ്പൊ ആ ശൈത്താനുകൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ വേറെയുണ്ട്, അവരുടെ അനുയായികൾ. ആ അനുയായികൾ അവരുടെ ഹൃദയത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുമ്പോൾ ആ ശൈത്താന്റെ വാക്കുകൾ അവർക്ക് കേൾക്കാൻ സാധിക്കുന്നു, അതിന്റെ കൂടെ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അവരിൽ അബൂജഹലിനെ പോലുള്ള ആളുകൾ അവരുടെ എല്ലാവിധത്തിലും ശൈത്താന്റെ സ്വരൂപമായി മാറുമ്പോൾ ഖുർആൻ മറ്റൊരു സംഗതി മനസ്സിലാക്കി തരുന്നത് ശൈത്താനും ഇബ്ലീസും രണ്ടും ഒന്നായിട്ടും ചില സ്ഥലങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അതായത് പൂർണ്ണമായിട്ടും ഒരാൾ ശൈത്താനെ എല്ലാവിധത്തിലുള്ള
ശൈത്താന്റെ ഗുണങ്ങളും ഉൾക്കൊള്ളുമ്പോൾ അയാൾ പൂർണ്ണനായ ഇബ്ലീസായി മാറുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നന്മയുടെ ഉറവിടമായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വാധീനം ഉൾക്കൊള്ളുവാൻ കഴിവുള്ള സുമനസ്സായ മക്കൾക്ക് മലക്കുകളുടെ സ്വാധീനം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ബദർ യുദ്ധത്തിൽ മലക്കുകൾ അവരിറങ്ങി സഹായിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. മലക്കുകൾ അവരുടെ സഹായം ഉണ്ടാവുമ്പോൾ ആ മലക്കുകളുടെ സ്വാധീന വലയത്തിൽ നിൽക്കുന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നന്മയെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എന്താണുള്ളത്? എപ്പോഴും ജിബ്രീലിന്റെ സാന്നിധ്യമാണുള്ളത്, അള്ളാഹുവിന്റെ സാന്നിധ്യമാണുള്ളത്. ഒമാ റമൈത്ത ഇത് റമൈത്ത വലാക്കിൻ അല്ലാഹു റമ. നീ എറിയുമ്പോൾ നീയല്ല എറിഞ്ഞത്, അള്ളാഹുവാണ് എറിഞ്ഞത്. നീ ബയ്യത്ത് വാങ്ങുമ്പോൾ നിന്റെ കരങ്ങളല്ല അള്ളാഹുവിന്റെ കരങ്ങളുടെ മേലാണ്. യദുല്ലാഹി ഫൗക അയ്ദിഹിം, അള്ളാഹുവിന്റെ കരങ്ങളാണ് അവരുടെ കൈകളുടെ മേലുള്ളത് എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ സിഫത്തുകൾ വ്യക്തമായി പ്രകടമായി വെളിപ്പെട്ടിരുന്ന ഒരു പ്രവാചകൻ, അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകളെയും ഒരു മനുഷ്യനിൽ പ്രകടമാക്കാവുന്നതിന്റെ പരമാവധി പ്രകടമായിട്ടുള്ള ഒരു പ്രവാചകൻ. ആ പ്രവാചകന്റെ കൂടെ ജിബ്രീലാണുള്ളത്. ആ ജിബ്രീലിന്റെ കൂടെ റൂഹു മലക്ക് തതനസ്സലു അലൈഹിമുൽ മലായിക, മലായിക്കത്തും അവരുടെ കൂടെയുണ്ട്. ആ മലായിക്കത്തിന്റെ സ്വാധീനം, നന്മയുടെ സ്വാധീനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രതീകമായി വിലസുമ്പോൾ, മറിച്ച് ഇബ്ലീസിന്റെ എല്ലാ സ്വാധീനവും എടുത്തുകൊണ്ടും ശൈത്താന്റെ സ്വാധീനവും എടുത്തുകൊണ്ട് പൂർണ്ണമായ ശൈത്താനും പൂർണ്ണനായ ഇബ്ലീസുമായി മാറുന്ന അബൂജഹൽ മറുഭാഗത്ത്. അബൂജഹലിന്റെ ഉത്തേജനങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും വശംവദരായി കഴിയുന്ന മറ്റൊരു സമൂഹം. ഈ രണ്ട് സമൂഹത്തിന്റെയും സംഘട്ടനമാണ് ആദ്യകാലത്ത് ഇസ്ലാമിന്റെ ആരംഭകാലത്ത് നടന്നത്. ആ സംഘട്ടനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് വ്യതിരിക്തമായ വഴികളെ അനുഗമിച്ച് പുറത്തേക്ക് പോകുന്ന ആളുകളാണ് ശൈത്താന് വേണ്ടി തന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നത്. അവരാണ് പിന്നെ ശൈത്താനുകളായി മാറുന്നത്. ആ ശൈത്താനുകളായി മാറുന്ന ആളുകൾ അവർക്ക് പ്രചോദനവും വെള്ളവും വെളിച്ചവും എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കുന്ന, എല്ലാവിധത്തിലുള്ള ഓർഡറുകളും നൽകുന്ന, എല്ലാവിധത്തിലുള്ള പ്രലോഭനങ്ങളും നൽകുന്ന, അവർക്ക് വഞ്ചനാത്മകമായ വാഗ്ദാനങ്ങൾ നൽകുന്ന ശൈത്താനുകളായി അവർ മാറുകയും സമൂഹത്തെ അവർ വഴിതെറ്റിക്കുകയും ചെയ്യുന്നു. ഇതിന് ഇബ്ലീസിന്റെ പോയിന്റിൽ പ്രവർത്തിക്കുന്ന ചില ശക്തരായിട്ടുള്ള നേതാക്കളും അതിന്റെ ഇടയിൽ ഉണ്ടായിരിക്കും. ഈ രണ്ട് സംഘട്ടനം, ഇബ്ലീസിന്റെ മനുഷ്യനെ തിന്മയിലേക്ക് വലിക്കുന്ന സംഘട്ടനം, അതിന് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ, തുറന്നു വെച്ച ഹൃദയങ്ങളിൽ കയറി മനുഷ്യരൂപത്തിൽ വരുന്ന ശൈത്താനുകൾ, ഈ രണ്ട് പ്രവർത്തനങ്ങളും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും മലക്കുകളുടെ സാന്നിധ്യത്തിലേക്ക് വിളിക്കുകയും വിശുദ്ധമായിട്ടുള്ള ഒരു ജീവിതം സമ്മാനിക്കുകയും എല്ലാവിധത്തിലുള്ള, അവിടെ ഒരു ഭാഗത്ത് വഞ്ചനാത്മക വാഗ്ദാനമാണെങ്കിൽ ഇവിടെ സമ്മോഹനമായിട്ടുള്ള വാഗ്ദാനങ്ങളും അത് നിറവേറ്റപ്പെടുന്ന വാഗ്ദാനങ്ങളും നൽകുകയും അവരെ യഥാർത്ഥത്തിലുള്ള ഒരു വിധത്തിലുള്ള വഞ്ചനയുമില്ല വിശ്വസ്തതയുടെ വഴിയിലേക്ക് വിളിക്കുകയും ചെയ്യുന്ന മലക്കുകളുടെ സ്വാധീനമുള്ള ജനങ്ങളും ഉണ്ടാവുന്നു. ഈ രണ്ടിന്റെയും മധ്യത്തിലുള്ള പ്രവർത്തനത്തെ മനസ്സിലാക്കുവാൻ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നാം നമ്മുടെ ഹൃദയങ്ങളെ ദൈവദത്തമായി നൽകിയിട്ടുള്ള ആ സംശുദ്ധിയെ പരിരക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ശൈത്താനിൽ നിന്ന് സുരക്ഷിതരാവാൻ സാധിക്കും. അതേപോലെ നന്മയെക്കുറിച്ചുള്ള ഏത് ഒരു പ്രചോദനം ഹൃദയത്തിൽ വന്നാലും അതിനെ പ്രാവർത്തികമാക്കുകയും അതിൽ നാം ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ശൈത്താനിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കും. നാം പാപങ്ങളിൽ നിന്നും അതേപോലെ തന്നെ കളവിൽ നിന്നും വ്യാജത്തിൽ നിന്നും വ്യതിരിക്തനായി നിൽക്കുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ശൈത്താനിൽ നമുക്ക് മാറാൻ സാധിക്കും. നേരെ വിപരീതമായിട്ട് എങ്ങോട്ട് പോയാലും കാലിയായി കിടക്കുന്ന സ്ഥലത്ത് ഒരിക്കലും ഒരു സ്ഥലം കാലിയായി കിടക്കുന്നില്ല, ശൂന്യമായി നിലകൊള്ളുന്നില്ല. ആ ശൂന്യമായ സ്ഥലത്ത്, നന്മയിൽ നിന്ന് ശൂന്യമായ സ്ഥലത്ത് ശൈത്താൻ വന്ന് കയറുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ് ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യാത്ത്, നന്മകൾ തിന്മകളെ അകറ്റുന്നു. അതേസമയത്ത് നന്മയും തിന്മയും ഇല്ലാത്ത ഒരു ഹൃദയം എന്ന് പറയാൻ നിവൃത്തിയില്ല. നന്മയില്ലെങ്കിൽ അവിടെ ശൈത്താൻ കയറിയിരിക്കും. ശൈത്താന് വേണ്ടി നാം ട്യൂൺ ചെയ്ത് കൊടുക്കാതിരുന്നാൽ ഒരിക്കലും ശൈത്താൻ നമ്മളിലേക്ക് കയറുകയില്ല എന്നും മനസ്സിലാകുന്നു. യഥാർത്ഥത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ഞാൻ വിരട്ടിയോടിപ്പിക്കപ്പെട്ട, ആട്ടിയോടിച്ച, നിന്റെ സന്നിധിയിൽ നിന്ന് തുരത്തപ്പെട്ട ആ ശൈത്താനിൽ നിന്ന് എന്റെ റബ്ബിനെ ശരണം പ്രാപിക്കുന്നു എന്ന് നാം ദുആ ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം റബ്ബിന്റെ സന്നിധിയിലുള്ള ആളുകൾക്ക് ശൈത്താനിൽ നിന്ന് സുരക്ഷ നൽകപ്പെടും എന്നാണ്. ഒരു സൂഫി വര്യൻ ഇക്കാര്യത്തെ വിശദീകരിച്ചത് തന്റെ ശിഷ്യനോട്
ഉപമാരൂപത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, നീ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു, ആ വീട്ടിൽ നായ് നിന്നെ കടിക്കാനിരിക്കുന്നു, നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ആ ശിഷ്യൻ പറഞ്ഞു, ഞാൻ ആ നായിനെ തുരത്തിവിടും. അപ്പൊ വീണ്ടും വന്നാലോ എന്ന് ചോദിച്ചു. വീണ്ടും ഞാൻ തുരത്തിവിടും. വീണ്ടും വന്നാലോ? വീണ്ടും ഞാൻ ആട്ടിവിടും. അപ്പോൾ ആ സൂഫി തന്റെ ശിഷ്യനോട് പറഞ്ഞു, നീ ആ വീട്ടില് കയറി ചെല്ലുമ്പോൾ ആ ഗൃഹനാഥനെ വിളിച്ചിരുന്നുവെങ്കിൽ അയാൾ ഇറങ്ങി വന്നാൽ ആ നായിന് നിന്നെ അറ്റാക്ക് ചെയ്യാൻ നിവൃത്തിയില്ല, നിന്നെ ആക്രമിക്കാൻ നിവൃത്തിയില്ല, നായ് മാറി നിൽക്കും. ഇതേപോലെ ശൈത്താൻ നിന്നെ ഏത് സമയത്തും വഴിതെറ്റിക്കാൻ വേണ്ടി വന്നു നിൽക്കും. നീ യഥാർത്ഥത്തിലുള്ള വീട്ടിന്റെ നാഥനായ അള്ളാഹുവിൽ തന്നെ ശരണം പ്രാപിച്ചാൽ, അള്ളാഹുവിനെ വിളിച്ചാൽ നിനക്കൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല. ആ ശൈത്താന്റെ ഉടമസ്ഥൻ കൂടിയാണ് ഈ അള്ളാഹു എന്ന് മനസ്സിലാക്കണമെന്ന്. ഇനി ശൈത്താനെ എന്തിനാണ് അള്ളാഹ് പടച്ചത്? മനുഷ്യനെ വെറുതെ കുഴപ്പത്തിലാക്കാൻ ശൈത്താനെ കൊണ്ടുവരേണ്ട ആവശ്യം എന്ത് എന്ന ചോദ്യം ഉന്നയിക്കപ്പെടാറുണ്ട്. മനുഷ്യന് ഒരിക്കലും ശൈത്താനെ പിൻപറ്റണമെന്ന് നിർബന്ധിക്കുന്നില്ല എന്ന് നാം നേരത്തെ പറയുകയുണ്ടായി. പക്ഷെ ഏതൊരു കാര്യത്തിലും സമ്മാനാർഹനാകുന്നത് കഷ്ടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്ത് നന്മയിലേക്ക് എത്തുന്ന ഒരാളാണ് സമ്മാനാർഹനാകുന്നത്. അതല്ലാതെ ഒരു പ്രോഗ്രാം ചെയ്തു വെച്ച് അതനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളുടേതായിട്ടൊന്നും ചെയ്യാനില്ല. മനുഷ്യൻ ഒരു ഭാഗത്ത് പ്രലോഭനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ആ പ്രലോഭനങ്ങൾക്ക് വശംവദനാകാതെ അള്ളാഹുവിലേക്ക് നീങ്ങുമ്പോൾ അള്ളാഹുവിന്റെ സ്നേഹത്തെ പിടിച്ചു പറ്റുവാനും അള്ളാഹുവിലേക്ക് അടുക്കുവാനും അവന് സാധിക്കുന്നു. അതിന്റെ സമ്മാനമാണ് അവന് ലഭിക്കുന്നത്. അതല്ലാതെ ശൈത്താന് നമ്മുടെ മേൽ ആധിക്യം നൽകുകയും അവന് ആധിപത്യം നൽകുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായി നമുക്ക് പറയാം നമ്മളെ പിഴപ്പിക്കാൻ വേണ്ടി അള്ളാഹു വെച്ചു എന്ന്. ഒരിക്കലും നമുക്ക് പ്രലോഭിപ്പിക്കുന്നുവെങ്കിലും അതിലേക്ക് പോകാതെ റബ്ബിനോടുള്ള സ്നേഹത്തോടുകൂടി മുന്നേറുകയും ആ സ്നേഹം അള്ളാഹുവിനോടാണെന്ന് കാണിക്കുകയും അപ്രകാരം അള്ളാഹു നമ്മോട് സ്നേഹിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമായിട്ടാണ് ഇതിനെ നിലകൊള്ളുന്നത്. അതേസമയത്ത് ഇതിലും സൂക്ഷ്മമായിട്ടുള്ള പല കാര്യങ്ങളും അതിൽ അന്തർലീനമാണ് എന്നുള്ളതും മുൻകാല പണ്ഡിതന്മാരും അതേപോലെ തന്നെ സൂഫി വര്യന്മാരും വ്യക്തമാക്കിയിട്ടുണ്ട്. ശൈത്താന്റെ ഈ ചലനങ്ങളിൽ നിന്ന് ഒരിക്കലും നമ്മൾ നിർബന്ധിതമായ നിലയിൽ അത് നിലകൊള്ളുന്നില്ല എന്നതുകൊണ്ട് നമുക്കന്ന് പുറത്തു വരാനുള്ള സംവിധാനങ്ങളും വെച്ചതുകൊണ്ട് ഏതിനെ നാം അനുഗമിക്കുന്നു അതിനനുസരിച്ചുള്ള ഫലം നമുക്ക് ലഭിക്കുന്നു. ആ ഫലം ലഭിക്കണമെങ്കിൽ അത് അനിവാര്യമാണ്. ഒരു എതിർശക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത്. ഈ ശൈത്താന്റെ ശക്തി ഉള്ളത് കൊണ്ടാണ് നാം പുരോഗമിക്കുന്നത്. അതിനെ എതിർത്തുകൊണ്ട് അള്ളാഹുവിന്റെ സാന്നിധ്യത്തിലേക്ക് എത്തുകയും അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി അർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹബന്ധം പുലർത്തുവാൻ അതുമൂലം നമുക്ക് സാധിക്കുന്നു. അതിനുവേണ്ടി കൂടിയാണ് ശൈത്താൻ ഇവിടെ നിലകൊണ്ടിട്ടുള്ളത്. ഇനി ഒരു കാര്യം, അബൂജഹൽ ഇല്ലായിരുന്നുവെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവിൽ നിന്നുണ്ടായ സഹായത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. നബി തിരുമേനി പറഞ്ഞത് മുഴുവൻ അബൂജഹൽ കേൾക്കുകയാണ്, എല്ലാവരും കേൾക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവും തമ്മിലുള്ള ബന്ധത്തെയോ സത്യത്തെ പിൻപറ്റുന്നവർക്കുള്ള ശക്തിയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിനെതിരിലുള്ള ശക്തി വരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ശക്തി അള്ളാഹുവിനാണെന്ന് ബോധ്യപ്പെട്ടത്. ഈ ഒരു കാര്യത്തിൽ മനുഷ്യൻ എപ്പോഴും അവന്റെ എന്തൊരു കാര്യത്തിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അവന്റെ നാലുപാടുമുള്ള ആളുകളുടെ മനുഷ്യരുടെ അനുഭവജ്ഞാനങ്ങൾ അവൻ കരഗതമാക്കാൻ ശ്രമിക്കുന്നു. തീരുമാനം അവന്റേതായിരിക്കും. മറ്റുള്ളവരുടെ എക്സ്പീരിയൻസും മറ്റുള്ളവരുടെ അറിവും എടുക്കുകയും അവനൊരു അറിവിനെ പരിഗണിക്കുമ്പോൾ അതിൽ അവൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇതേ കാര്യം എല്ലാം ഒരു പെണ്ണ് വാങ്ങാൻ പോകുമ്പോൾ ആ പെണ്ണ് എഴുതുന്നതാണോ എഴുതാത്തതാണോ അതിന്റെ എന്താണ് ഗുണങ്ങളെന്ന് വേറൊരാൾ വാങ്ങിയത് കണ്ടാൽ അതുപോലുള്ള ഒന്ന് വാങ്ങാൻ നാം ശ്രമിക്കുന്നു. ഒരു വസ്തു എന്തെങ്കിലും ഒരു സാധനം നാം പർച്ചേസ് ചെയ്യുമ്പോൾ അത് വാങ്ങിയ ആളുകളുടെ അനുഭവത്തെ നാം പങ്കിട്ടുകൊണ്ട് നാം ഒരു തീരുമാനമെടുക്കുന്നു. ഇതേപോലെ നന്മയിൽ മുന്നേറിയിട്ടുള്ള ആളുകൾ, ജീവിതത്തിൽ എല്ലാവിധത്തിലും മനുഷ്യന് ഗുണകരമായിട്ടുള്ള ആളുകൾ, സ്വയം സമാധാനത്തിൽ നിന്നിരുന്ന ആളുകൾ, എന്നെന്നും അവരുടെ പേരുകൾ നിലകൊണ്ട ആളുകൾ, ഒരിക്കലും മരിക്കാത്ത ആളുകൾ, അവരാരായിരുന്നു എന്ന അനുഭവ സമ്പത്തിനെ നാം എടുക്കുകയും അതിനനുസരിച്ച് നാം തീരുമാനമെടുക്കുകയും ചെയ്താൽ ശൈത്താനിൽ നിന്ന് വ്യക്തമായിട്ടും മാറി നിൽക്കുവാനും ശൈത്താന്റെ ഒരു വിധത്തിലുള്ള ലാഞ്ചന പോലും ഇല്ലാതെ മലക്കുകളുടെ സാന്നിധ്യത്തിൽ നടന്നിരുന്ന ആളുകൾ അനുഗമിക്കുവാനും നമുക്ക് എളുപ്പമാണ്.
പക്ഷെ മതപരമായ കാര്യങ്ങളിൽ വരുമ്പോൾ മനുഷ്യൻ ഈ അനുഭവ സമ്പത്തിനെ മാറ്റി നിർത്തി ആരെങ്കിലും പറയുന്ന ഒരു കാര്യത്തിലേക്ക് പോകുന്നു. അതാണ് വാസ്തവത്തിൽ ശൈത്താന് വശംവദരായി നിൽക്കുന്ന ആളുകൾ. ആ അനുഭവ സമ്പത്ത് ആർക്ക് ലഭിച്ചു അവരെയാണ് നാം അനുഗമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അനുഗമിക്കുന്ന ഒരാൾക്ക് ശൈത്താന്റെ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല എന്നാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ശൈത്താൻ പോലും മുസ്ലിം ആയിട്ടുണ്ട് എന്നാണ്. ശൈത്താൻ ഒരിക്കലും അദ്ദേഹത്തെ സ്വാധീനിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ആയിത്തീർന്നിരിക്കുന്നു എന്നാണ്. അപ്പൊ പ്രവാചകന്മാരെയും അള്ളാഹുവിന്റെ വരിഷ്ഠദാസന്മാരെയും അനുഗമിക്കുന്ന ആളുകൾക്ക് ശൈത്താനിൽ നിന്ന് വിമുക്തിക്കുള്ള മാർഗവും അള്ളാഹു തുറന്നു വെച്ചിട്ടുണ്ട്. അള്ളാഹു ശൈത്താന്റെയും ഇബ്ലീസിന്റെയും സകല വിധത്തിലുള്ള പ്രലോഭനങ്ങളിൽ നിന്നും എല്ലാവിധത്തിലുള്ള കുഴപ്പങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും അള്ളാഹുവിന്റെ വരിഷ്ഠദാസന്മാർ വെട്ടിത്തെളിയിച്ച സത്യസരണിയിൽ ചരിക്കുവാനുള്ള സൗഭാഗ്യം നൽകുകയും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ അനുഗ്രഹത്തിന്റെ മലക്കുകളുടെ കരങ്ങളിൽ സദാ ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ വറഹ്മത്തുക യാ അർഹമർ റഹീമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.